ബലാഗ് അവിടെ ഗൈനാണ്. ഗ എന്ന അക്ഷരമാണ് ഹൽക്കിൽ തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരമാണ് ഗ എന്നുള്ള അക്ഷരം. അപ്പോ ആ അക്ഷരം ഗ ഖ എന്നീ രണ്ടക്ഷരങ്ങളുടെ സ്ഥാനം ഒരേ സ്ഥാനമാണ്. പക്ഷെ അതിൽ സുക്കൂന് വെച്ച് നിർത്തുന്ന സമയത്ത് ബലാഗ് എന്ന് പറയില്ല. കൽക്കലയുടെ അക്ഷരമല്ല. സുക്കൂനിൽ വെളിവാക്കി ഇൽഹാർ ചെയ്ത് ഹർക്കത്ത് കൊടുത്ത് ഉച്ചരിക്കേണ്ടുന്ന, അതായത് സുക്കൂനിൽ ചലനം വരുത്തി ഓതേണ്ടുന്ന പറയേണ്ടുന്ന അക്ഷരമല്ല ഗൈന്. അപ്പം അവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് ഇല്ലൽ ബലാഗ് അത്രേ വരും. ബലാഗ് എന്ന് പറയില്ല, ഇല്ലൽ ബലാഗ് അത്ര മാത്രം. ബലാഗ് അത്രേ ഉള്ളൂ. ബലാഗ് എന്ന് ഒരു ചലനം കൊടുത്ത് പറയില്ല എന്നർത്ഥം. ശരി, ഇതിന്റെ അർത്ഥം എന്താണ്? ഇനി അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ നബിയെ, നിന്നെ നാം അവരുടെ മേൽ കാവൽക്കാരനായി അയച്ചിട്ടില്ല. നിന്റെ മേൽ പ്രബോധന ബാധ്യത മാത്രമേയുള്ളൂ. തീർച്ചയായും നാം മനുഷ്യന് നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹം ആസ്വദിപ്പിച്ചാൽ അതിന്റെ പേരിൽ അവൻ ആഹ്ലാദം കൊള്ളുന്നു. അവരുടെ കൈകൾ മുമ്പ് ചെയ്തു വെച്ചതിന്റെ ഫലമായി അവർക്ക് വല്ല തിന്മയും ബാധിക്കുന്നുവെങ്കിലോ അപ്പോഴതാ മനുഷ്യൻ നന്ദി കെട്ടവൻ തന്നെയാകുന്നു. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഈ ആയത്തിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. എന്നാൽ ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒന്നുകൂടി പറയുകയാണ്. നിങ്ങൾ കാണാം, അവർ തിരിഞ്ഞു കളയുകയാണ് എങ്കിൽ, ഫമാ അർസൽനാക താങ്കളുടെ മേൽ ഇല്ല, താങ്കളെ നിയോഗിച്ചിട്ടില്ല, അലൈഹിം അവരുടെ മേൽ ഹഫീള കാവൽക്കാരനായി. ഇൻ അലൈക നിന്റെ മേലില്ല. അവിടെ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു, ഇൻ എന്ന് പറഞ്ഞാൽ മാ അലൈക നിന്റെ മേൽ ഇല്ല, അതല്ലെങ്കിൽ നിന്റെ മേൽ ബാധ്യതയില്ല. ഇൻ എന്നതിന്റെ അവിടുത്തെ അർത്ഥം ഗിൽ എന്നല്ല. ഇൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല എന്ന അർത്ഥത്തിലാണ്. എന്തില്ല? അൽ ബലാഗ്. ബലഗ യബ്ലുഗു ബലാഗുൻ എന്ന് പറഞ്ഞാൽ എത്തിക്കൽ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രബോധനമാണ്. അള്ളാഹുവിന്റെ ദീന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇനിയോ, നിശ്ചയമായും നാം നാം ആസ്വദിപ്പിക്കുകയാണ് എങ്കിൽ, എന്ന് പറഞ്ഞാൽ ആസ്വദിപ്പിച്ചു എന്നാണ്. അൽ ഇൻസാന മനുഷ്യന് നാം നൽകിയാൽ എന്നർത്ഥം. എന്ത്? മിന്ന നമ്മുടെ പക്കൽ നിന്നും റഹ്മത്തൻ അനുഗ്രഹം നൽകിയാൽ, ഫരിഹ ബിഹാ അതുകൊണ്ടവൻ സന്തോഷിക്കുന്നു. വഇൻ തുസിബുഹും അവർക്ക് ബാധിക്കുകയാണ് എങ്കിൽ, അസ്വാബ യുസീബു എന്ന് പറഞ്ഞാൽ ബാധിച്ചാൽ, വഇൻ തുസിബുഹും ഫിത്നത്തുൻ സയ്യിഅത്തുൻ ഒരു പ്രയാസം. സയ്യിഅത്ത് എന്നാണ് നമ്മൾ പഠിച്ചത് തിന്മ എന്നാണ് അർത്ഥം. ഇവിടെ പ്രയാസം ബലാ അതായത് പരീക്ഷണങ്ങൾ എന്നാണ് അർത്ഥം. ഇവിടെ വഇൻ തുസിബുഹും ബലാഉൻ എന്നാണ്. സയ്യിഅത്തുൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം പരീക്ഷണങ്ങൾ എന്നാണ്. ബിമാ ഖദ്ദമത് ഐദീഹിം അവരുടെ കരങ്ങൾ. ബിമാ ഖദ്ദമത്ത് എന്ന് പറഞ്ഞാൽ ഖദ്ദമ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി ചെയ്യാന്നർത്ഥം. ബിമാ ഖദ്ദമത് ഐദീഹിം ഐദുൻ എന്ന് പറഞ്ഞാൽ യദിന്റെ ജമ്മാണ് ഐദുൻ കരങ്ങൾ. ഐദീഹിം എന്ന് പറയുമ്പോൾ അവരുടെ കൈകൾ. അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇവിടെ അവർ ചെയ്തത്, ഓരോരുത്തരും ചെയ്തത് എന്നർത്ഥം. അപ്പം മനുഷ്യർ അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തതിന്റെ ഫലമായി വല്ല പരീക്ഷണവും അവർക്ക് ബാധിച്ചാൽ, ഇന്നൽ ഇൻസാന കഫൂർ നിശ്ചയമായും മനുഷ്യൻ കഫൂർ എന്ന് പറഞ്ഞാൽ നന്ദി കെട്ടവൻ തന്നെയാകുന്നു എന്നാണ് അർത്ഥം. ശരി, ഈ ആയത്തിലെ പ്രധാന വിഷയങ്ങൾ ഇപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 47-ാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇസ്തജീബു ലി റബ്ബിക്കും എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് ഉത്തരം നൽകണം എന്നാണ്. പക്ഷെ ഇവിടെ ആയത്ത് തുടങ്ങുന്നത് എന്താണ്? ആ ഉത്തരം നൽകുന്നതിൽ നിന്നും ആളുകൾ തിരിഞ്ഞു കളഞ്ഞാൽ, അതായത് ദീനനുസരിച്ച് ജീവിക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്നതാണ്. ഓക്കെ, അപ്പം ഈ ആയത്തിലുള്ള പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, മതത്തിൽ ഒരു കാര്യവും മതത്തിലുള്ള ഒരു കാര്യവും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമല്ല, അത് എത്തിച്ചു കൊടുക്കുക മാത്രമേ ഉള്ളൂ എന്ന ഒരു കാര്യം ഈ ആയത്തിൽ നമ്മളോട് പറഞ്ഞിരുന്നുണ്ട്. രണ്ടാമത്തത്,
പ്രവാചകന്റെ ബാധ്യത പ്രബോധനം മാത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണ് അള്ളാഹു ബാധ്യത നൽകിയത്, അല്ലെങ്കിൽ പ്രവാചകന്റെ നിയോഗ ലക്ഷ്യം എന്താണ് എന്നുള്ള ഒരു കാര്യം ഈ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. മൂന്നാമത്തത്, അനുഗ്രഹത്തിൽ സന്തോഷവും പരീക്ഷണത്തിൽ നിരാശാബോധവും നന്ദികേടും കാണിക്കുന്ന മനുഷ്യനെ അള്ളാഹു ആക്ഷേപിക്കുന്നുണ്ട് ഈ ആയത്തിൽ. ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന്റെ ആക്ഷേപത്തിന് പാത്രമായവരാണ് എന്നുള്ള ഒരു കാര്യവും ഈ ആയത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ആയത്തിലുള്ള പ്രധാനമായ പ്രതിപാദ്യ വിഷയങ്ങൾ. ഇനി നമ്മൾ ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് പോവുകയാണ് എങ്കിൽ, ഒന്നാമതായി ഫഇൻ അഅറദു എന്നാണ്. ഫഇൻ അഅറദു എന്ന് പറഞ്ഞാൽ വലം യസ്തജീബു എന്നാണ് അർത്ഥം. നേരത്തെ 47-ാമത്തെ ആയത്തിന്റെ തുടക്കം എന്താണ്? എന്താ തുടക്കം? ഇസ്തജീബു ലി റബ്ബിക്കും എന്നല്ലേ? നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന് ഉത്തരം നൽകുക എന്നാണ് ആയത്ത് തുടങ്ങുന്നത്. ഈ ആയത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ നേരത്തെ ആയത്തിന്റെ തുടക്കത്തിനുള്ള ഒരു മറുപടിയാണ്. അവർ ആ ഉത്തരം നൽകുന്നതിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞാൽ, അതായത് ഫഇൻ അഅറദു എന്ന് പറഞ്ഞാൽ വലം യസ്തജീബു, അവർ ഉത്തരം നൽകിയിട്ടില്ല എങ്കിൽ ഫമാ അർസൽനാക അലൈഹിം ഹഫീള. ഇത് യഥാർത്ഥത്തിൽ ഒരു ചോദ്യം, ഒരു കാര്യം പറയുക എന്നിട്ട് അതിന്റെ മറുപടി പറയാ. ഈ ആയത്തിൽ ഫഇൻ അഅറദു ഫമാ അർസൽനാക അലൈഹിം ഹഫീള എന്നുള്ളതിൽ രണ്ട് കാര്യമാണ്. ഒരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുത്തിട്ട് ഒരു അവിടെ പ്രവാചകന് തെരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സ്, തെരഞ്ഞെടുക്കാനുള്ള ഒരു കാര്യം വരുന്നു. അവര് തിരിഞ്ഞു കളയുകയാണെങ്കിൽ, അപ്പോ പ്രവാചകനോട് അള്ളാഹ് പറയാണ് തിരിഞ്ഞു കളയുകയാണെങ്കിൽ. അപ്പം പ്രവാചകൻ എന്തായി? ഒരു ഉത്തരം കിട്ടണം. അള്ളാഹു പറയുന്നു അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ എന്താ ചെയ്യാ? അപ്പൊ ആ കാര്യത്തിനുള്ള ഉത്തരമാണ് രണ്ടാമത്തത്. എന്ത്? ഫമാ അർസൽനാക അലൈഹിം ഹഫീള. അവര് തിരിഞ്ഞു കളയുകയാണെങ്കിൽ താങ്കളെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? അവരുടെ കാര്യത്തിൽ പൂർണ്ണമായ ബാധ്യത ഏറ്റെടുത്ത് അവരെ നിനക്ക് വഹി നൽകിയ മുഴുവൻ കാര്യങ്ങളും നിന്റെ സമൂഹത്തിൽ ഓരോരോ ആളുകളിലും ഉണ്ടായേ മതിയാകൂ. അതുവരെ അവരുടെ കൂടെ കൂടി അവരുടെ ഉത്തരവാദിത്തം മുഴുവൻ താങ്കളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നുമില്ല പ്രവാചകരെ. താങ്കൾ എന്ത് മാത്രമേ ഉള്ളൂ? ഇൻ അലൈക ഇല്ലൽ ബലാഗ്, എത്തിച്ചു കൊടുക്കൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ ഒരു കാര്യം പറയുകയും ആ കാര്യത്തിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ പരിപൂർണമായി നീക്കിക്കൊടുക്കുകയും എന്താണ് ചെയ്യേണ്ടത്, താങ്കളുടെ ബാധ്യത എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് എന്നുള്ള ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ ഈ ആയത്തിൽ പിന്നെ അള്ളാഹു പറയുന്ന കാര്യങ്ങൾ, ഇപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു നിയോഗിക്കുന്നു, അള്ളാഹു പ്രവാചകന് വഹി കൊടുക്കുന്നു. ആ വഹി സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു പ്രവാചകനോട് പറയുന്നു. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ സമൂഹത്തിലെ പൊതുവെ ഉണ്ടായ ഒരു അവസ്ഥ എന്താണ്? ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കേട്ടില്ല എന്ന് മാത്രമല്ല, പ്രവാചകനോട് ഏറ്റവും കൂടുതൽ അടുത്തു നിന്ന ആളുകൾ വരെ പ്രവാചകന് എതിരായി നിന്നു. അത് മാത്രമല്ല, സ്വർഗവും നരകവും കണ്ട പ്രവാചകൻ ഈ ആളുകളൊക്കെ നരകത്തിലേക്ക് പോവുകയാണല്ലോ എന്നോർത്തുള്ള സങ്കടവും പ്രവാചകന്റെ മനസ്സിൽ തളം കെട്ടുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, പ്രവാചകരെ, താങ്കളുടെ മേലുള്ള ബാധ്യത പ്രബോധനം മാത്രമാണ്. വമാ അർസൽനാക ഇൻ അലൈക ഇല്ലൽ ബലാഗ്. സൂറത്ത് റൂമിലെ ആയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? അള്ളാഹു പറയുന്നത്, സൂറത്ത് റൂമിൽ അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: وَإِمَّا نُرِيكَ بَعْضَ الَّذِي نَعِدُهُمْ أَوْ نَتَوَفَّيَنَّكَ فَإِنَّمَا عَلَيْكَ الْبَلَاغُ وَعَلَيْنَا الْحِسَابُ. സൂറത്ത് റൂമിലെ 40-ാമത്തെ ആയത്താണ്. നാം അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിൽ, അതായത് ശിക്ഷാ നടപടികളിൽ ചിലത് നിനക്ക് നാം കാണിച്ചു തരികയോ അല്ലെങ്കിൽ അതിനു മുമ്പ് നിന്റെ ജീവിതം നാം അവസാനിപ്പിക്കുകയോ ചെയ്യുന്ന പക്ഷം, ഇത് രണ്ടിൽ ഏതാണ് സംഭവിക്കുന്നതെങ്കിലും പ്രവാചകരെ താങ്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല. അതാണ്, നിന്റെ മേൽ പ്രബോധന ബാധ്യത മാത്രമാണ്.
മാത്രമേ ഉള്ളൂ. അവരുടെ കണക്ക് എന്റെ ബാധ്യതയാകും. അപ്പം അള്ളാഹു രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, പ്രവാചകരെ താങ്കളുടെ ബാധ്യത എത്തിച്ചു കൊടുക്കലാണ്. ഓരോ വിചാരണ ചെയ്യേണ്ടുന്ന ബാധ്യത എന്റെ മേലാണ്. അതാണ് അലൈക്കൽ ബലാഗ് വ അലൈനൽ ഹിസാബ്. ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഈ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെ പ്രവാചകനോട് എതിര് നിൽക്കുന്നു, കുടുംബബന്ധം മുറിച്ചവനാണ്, മാരണം ബാധിച്ചവനാണ്, കവിയാണ്, സമൂഹത്തിൽ ചിദ്രത ഉണ്ടാക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് പ്രവാചകനെ ആക്ഷേപിക്കുമ്പോൾ പ്രവാചകന് യഥാർത്ഥത്തിൽ സങ്കടം ഉണ്ടായിട്ടുണ്ട്. സൂറത്തു ആലു ഇമ്രാനിലെ 176 ആയത്തിൽ അള്ളാഹു പറയുന്നത് കാണാം, വലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫ്രി ഇന്നഹും ലൻ യദുറുല്ലാഹ ശൈഅൻ യുരീദുല്ലാഹു അല്ലാ യജഅല ലഹും ഹല്ലൻ ഫിൽ ആഖിറതി വലഹും അദാബുൻ അദീം. സത്യനിഷേധത്തിലേക്ക് ധൃതിപ്പെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നവർ നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുഃഖം ഉണ്ടായിരുന്നു എന്നർത്ഥം. ആ നിഷേധം കൊണ്ട് പ്രവാചകനോ അള്ളാഹുവിനോ ഒരു പ്രയാസവും ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല എന്നാണ് ഈ ആശയം. ഇതേ ആശയം തന്നെ സൂറത്തു അൻആമിലെ 33 ആയത്തിലും അള്ളാഹു പറയുന്നുണ്ട്. ഖദ് നഅലമു അന്നഹു ലയഹ്സുനുക അല്ലദീന യഖൂലൂന ഫഇന്നഹും ലാ യുകദ്ദിബൂനക വലാകിന്ന അദ്ദാലിമീന ബിആയാതില്ലാഹി യജ്ഹദൂൻ. പ്രവാചകരെ, അവർ പറയുന്നത് നിനക്ക് വ്യസനമുണ്ടാക്കുന്നുണ്ട് എന്ന് തീർച്ചയായും നമുക്കറിയാം. കണ്ടോ, സമൂഹത്തിന്റെ നിഷേധത്തെ പ്രവാചകന് മനസ്സിൽ വളരെയധികം സങ്കടം ഉണ്ടാക്കിയിരുന്നു. ആ ഒരു സങ്കടത്തിനൊക്കെയുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഈ ആയത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കുന്നത്. എന്ത്? അവര് തിരിഞ്ഞു കളയുകയാണ് എങ്കിൽ ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ, അവരുടെ മുഴുവൻ കാര്യങ്ങളും നോക്കി നടത്താനൊന്നും താങ്കളെ ഞാൻ നിയോഗിച്ചിട്ടില്ല. ഫഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, താങ്കൾ ഉത്ബോധകൻ, പറഞ്ഞു കൊടുക്കുന്നവൻ മാത്രമാണ്. താങ്കൾ ആരല്ല, അവരുടെ മേൽ ആധിപത്യം ചെലുത്തി പറഞ്ഞ് അവരുടെ അത് സ്വീകരിപ്പിക്കുന്നത് വരെ അവരുടെ കൂടെ കൂടേണ്ടുന്ന കാര്യം താങ്കൾക്കില്ല എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത്. ഇതേ ആശയം തന്നെ സൂറത്തു കഹ്ഫിലെ 7 ആയത്തിലുണ്ട്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആതാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ അസി. അവർ ഹദീസി അസഫ, അവർ വിശ്വസിച്ചില്ല എന്നുള്ള കാര്യം പ്രവാചകന് എന്ത് ചെയ്തിട്ടുണ്ട്? ദുഃഖമുണ്ടാക്കേണ്ടതില്ല എന്ന് അള്ളാഹു പറയുന്നു. സൂറത്തു ഫാത്തിറിലെ 8 ആയത്തിലും അള്ളാഹു പറയുന്നു, ഫലാ തദ്ഹബ് നഫ്സുക അലൈഹിം ഹസറാത്ത്. താങ്കളുടെ ദേഹത്തെ താങ്കൾ പോക്കിക്കളയണം, മനസ്സിനല്ലേ പ്രയാസപ്പെട്ട് പ്രവാചകൻ ആകെ ആകേണ്ടുന്ന അവസ്ഥയില്ല എന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നു. പിന്നെയോ സൂറത്തു ശുഅറായിലെ 3 ആയത്തിലും അള്ളാഹു പറയുന്നു, ലഅല്ലക ബാഖിഉ നഫ്സക ബാഇഖുൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ. ഇതൊക്കെ ഒരേ ആശയത്തിലുള്ളതാണ്. ഇതിനൊക്കെ ഉള്ളൊരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ഫഇന്ന അറളു ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ എന്നുള്ള ആയത്ത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻ അലൈക്ക എന്ന അർത്ഥം മാ അലൈക്ക എന്നാണ് എന്നും നമ്മൾ പറഞ്ഞു. എന്താണ് താങ്കളുടെ മേലുള്ള ഉത്തരവാദിത്തം? യഥാർത്ഥത്തിൽ പ്രബോധനം മാത്രമാണ് എന്നർത്ഥം. ഇനി അടുത്ത ഭാഗം എന്താണ്? വഇന്ന ഇദാ അദഖ്നൽ ഇൻസാന മിന്നാ റഹ്മതൻ. വഇന്ന ഇദാ അദഖ്ന, നാം രുചിപ്പിക്കുകയാണ് എങ്കിൽ, യദൂഖ് എന്ന് പറഞ്ഞാൽ രുചിപ്പിച്ചു എന്നാണ്. അതായത് പരിപൂർണമായി, ശരിക്കും റാക്ക എന്ന് പറഞ്ഞാല് ഒരു രുചി എന്ന്, ശരീരം മുഴുവൻ അതിന്റെ അലയൊലികൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ മരണത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ദേഹവും മരണത്തെ രുചിക്കുന്നതാണ് എന്നാണ്. അപ്പം ഇവിടെ അള്ളാഹു പറയുന്നത് ഇദാ അദഖ്നൽ ഇൻസാന മിന്ന റഹ്മത്തൻ, മനുഷ്യന് നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹം നൽകിയാൽ. റഹ്മത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം നിഅ്മത്തുൻ എന്നാണ്, അനുഗ്രഹങ്ങൾ. ഏതുപോലെ? ഖൽവിന
ആരോഗ്യം പോലെ, അതേപോലെ തന്നെ ഐശ്വര്യം പോലെ, കുടുംബ മക്കളെ പോലെ, അങ്ങനെ ഏത് നിലക്കുള്ള അനുഗ്രഹവും മനുഷ്യന് കൊടുത്താൽ, ഇവിടെ മനുഷ്യൻ അൽ ഇൻസാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജിൻസിനെയാണ്, മനുഷ്യരെ മൊത്തത്തിലാണ്. ആ മനുഷ്യന് അള്ളാഹു ഒരു അനുഗ്രഹം കൊടുത്താൽ എന്താണ് മനുഷ്യന്റെ സ്വഭാവം എന്നാണ് പറയുന്നത്? ഫരിഹ ബിഹാ, അതുകൊണ്ട് അവൻ സന്തോഷിക്കുന്നു. ഇവിടെ സന്തോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തല്ല, ലൽ ഫറഹു ബിന്നിഅമതി മഅ ഇഅ്തിഖാദ് അന്നഹാ മിൻ ഇൻദില്ലാ, ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ് എന്ന വിശ്വാസത്തോടു കൂടിയുള്ള സന്തോഷമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും ഇല്ലാത്തൊരു സന്തോഷമാണ്. അതായത് ജീവിതത്തിൽ അനുഗ്രഹം കിട്ടിയ ആ അനുഗ്രഹത്തിൽ ഒരു സന്തോഷിച്ച് അങ്ങനെ ജീവിക്കുക, ആ ഒരു സന്തോഷത്തെ മനുഷ്യന്റെ പൊതുവായ ഒരു വികാരമായി അല്ലെങ്കിൽ പൊതുവായ ഒരു സ്വഭാവമായി അള്ളാഹു പറയുകയാണ്. അപ്പോ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ഒരുപാട് ഭാഗങ്ങൾ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞ ഒരുപാട് ഭാഗങ്ങൾ ഈ ആയത്തിൽ അള്ളാഹു എന്നാണ്. ഒരു അനുഗ്രഹം നാം മനുഷ്യന് നൽകിയാൽ, അവനെ രുചിപ്പിച്ചാൽ, ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു മനുഷ്യന് നൽകി. അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയതിൽ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച പദം അള്ളാഹു കാരുണ്യവാനാണ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് ലോകത്തിന് മുഴുവനാണ് അള്ളാഹു കാരുണ്യം ചൊരിഞ്ഞിട്ടുള്ളത്, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ജീവജാലങ്ങൾക്കും എല്ലാം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിലെ 12-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ചോദിക്കുക, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം ആരുടേതാകുന്നു? പറയുക, അള്ളാഹുവിൻ്റെതത്രേ. അപ്പൊ ആകാശത്തിലും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ് എങ്കിൽ ആ മുഴുവൻ വസ്തുക്കളിലും അള്ളാഹു അവന്റെ കാരുണ്യത്തെ നിറച്ചിരിക്കുന്നു, ചൊരിഞ്ഞിരിക്കുന്നു എന്നതാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ 100 ഭാഗമാക്കിയാൽ അതിൽ ഒരു ഭാഗം മാത്രമാണ് ഈ പറഞ്ഞ അനുഗ്രഹത്തിലുള്ളത്. ബാക്കി 99 ഭാഗവും പരലോകത്ത് വിശ്വാസികൾക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് എന്ന് പ്രവാചകന്റെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇവിടെ അള്ളാഹു പറയുന്നത് എന്താണ്? മനുഷ്യന് ഒരു അനുഗ്രഹം കൊടുത്താൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് സന്തോഷിക്കുന്നു എന്നാണ്. ഇവിടെ ഈ സന്തോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തല്ല എന്നാ പറഞ്ഞത്? ആരെങ്കിലും പറയും. അതൊരു പരീക്ഷണമാണെന്നുള്ളതാണ്. അല്ല, അള്ളാഹു ഇവിടെ ഒരു അനുഗ്രഹം കൊടുത്താൽ മനുഷ്യൻ അതുകൊണ്ട് സന്തോഷിക്കുന്നു എന്നല്ലേ? ഈ സന്തോഷം എന്തല്ല യഥാർത്ഥത്തിൽ? അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് അതെ, ഇത് എന്റെ റബ്ബ് തന്നതാണല്ലോ എന്നോർത്തിട്ടുള്ള സന്തോഷമല്ല. എന്നാൽ അങ്ങനെയുള്ള സന്തോഷം അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞത്. ഒരു അനുഗ്രഹം ഒരാൾക്ക് ലഭിക്കുകയും ആ അനുഗ്രഹത്തെ അവൻ ഇത് അള്ളാഹു എനിക്ക് തന്നതാണല്ലോ എന്നോർത്തുകൊണ്ട് ആ അനുഗ്രഹത്തെ പ്രകടമാക്കലും അനുഗ്രഹത്തെ പ്രതിഫലിപ്പിക്കലും എല്ലാം അള്ളാഹുവിന് ഇഷ്ടമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്. പ്രവാചകൻ പറയാണ്, ഇന്നല്ലാഹ ഇദാ അൻഅമ അലാ അബ്ദിഹി നിഅമതൻ, അള്ളാഹു ഒരു അടിമക്ക് ഒരു അനുഗ്രഹം കൊടുത്താൽ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലൈഹി, ആ അനുഗ്രഹത്തിന്റെ അടയാളം അവന്റെ മേൽ. ഇപ്പൊ ഈ ഹദീസിന്റെ വേറെ റിപ്പോർട്ടിൽ അലാ അബ്ദിഹി എന്നുണ്ട്, ആ അടിമയുടെ മേൽ. അപ്പൊ അള്ളാഹു ഒരാൾക്കൊരു അനുഗ്രഹം കൊടുത്താൽ, ഏത് തരത്തിലുള്ള അനുഗ്രഹമാണ്, ആ അനുഗ്രഹത്തിന്റെ അടയാളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അതോ അങ്ങനെ തെളിഞ്ഞു കാണണം. അത് അതിന്റെ അർത്ഥം എന്താണ്? ഒരാൾക്ക് ഒരു അള്ളാഹു അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇസ്രാഫ് കാണിക്കുക എന്നുള്ളതാണോ? ഇസ്രാഫ് കാണിക്കുക എന്നുള്ളതല്ല. ഉള്ള അനുഗ്രഹത്തെ അല്ലെ, അത് പ്രകടമാക്കൽ, അത് പ്രതിഫലിപ്പിക്കൽ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഏത് തരത്തിൽ?
അവന്റെ മനസ്സിൽ ഇത് എന്റെ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹമാണ്. ആ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ അവന്റെ ജീവിതത്തിൽ ആ അനുഗ്രഹത്തെ മറച്ചു വെക്കാതെ അവൻ പ്രതിഫലിപ്പിക്കുമ്പോൾ അവൻ അത് കാണുന്ന സമയത്തൊക്കെ അള്ളാഹുവിനെ കുറിച്ച് അവൻ ഓർമ്മ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞു, ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ്? വഇൻ തുസിബുഹും സയ്യിഅത്തുൻ, വഇൻ തുസിബുഹും സയ്യിഅത്തുൻ. ഇനി ആ ആയത്തിന്റെ അവസാനത്തിലേക്ക് ഇതിപ്പോ നമുക്ക് ഒരു വലിയൊരു ഭാഗമായി വിശദീകരിക്കേണ്ടത്. ഇദാ അദഖ്നൽ ഇൻസാന മിന്നാ റഹ്മതൻ ഫരിഹ ബിഹാ, അതൊരു പാർട്ടാണ്. ഇനി വഇൻ തുസിബുഹും, അവർക്ക് ബാധിക്കുകയാണ് എങ്കിൽ, സയ്യിഅത്തുൻ. സയ്യിഅത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പൊതുവെ നേരത്തെ പറഞ്ഞു, എന്താ സയ്യിഅത്തുൻ? തിന്മകൾ ആണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? പ്രയാസം. സയ്യിഅത്തുൻ ഇവിടെ അൽ ബലാ, പരീക്ഷണങ്ങൾ, അതെ, പ്രയാസങ്ങൾ. മനുഷ്യർക്കൊരു പ്രയാസം ബാധിച്ചാലോ എങ്ങനെ ആ പ്രയാസത്തിന്റെ ഒരു കാരണവും ഈ ആയത്തിൽ വിശദീകരിക്കുന്നു. എന്താ കാരണം വിശദീകരിക്കുന്നത്? എന്താ ഈ ആയത്തിൽ മനുഷ്യനെ ബാധിക്കുന്ന പ്രയാസത്തിന്റെ ഒരു പ്രധാന കാരണം ഇതിൽ പറയുന്നുണ്ട്. അതിന്റെ റീസൺ എന്താ? സാമ്പത്തികമായ ബുദ്ധിമുട്ട് അല്ല, ഈ ആയത്തിൽ, അതായത് മുൻപ് അവരുടെ കൈകൾ ചെയ്തത് മൂലം. വെരി ഗുഡ്. ബിമാ ഖദ്ദമത് ഐദീഹിം, മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തമായി, മനുഷ്യൻ മുമ്പ് ചെയ്തു വെച്ചതിന്റെ ഫലമായി അവന് വല്ല പരീക്ഷണങ്ങളും ബാധിച്ചാൽ. ഇവിടെ അള്ളാഹു ഒരു കാര്യം നമ്മളോട് പറഞ്ഞു. അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ അദഖ്ന അൽ ഇൻസാന മിന്നാ റഹ്മത്തൻ. ഇപ്പൊ നന്മയും തിന്മയും അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് എന്നുള്ളത് ഈമാൻ കാര്യത്തിൽ അടിസ്ഥാന വിശ്വാസമാണ്. എല്ലാ നന്മകളും തിന്മകളും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അള്ളാഹു പറഞ്ഞു, അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞു, നമ്മിൽ നിന്ന് നാം രുചിപ്പിച്ച പരീക്ഷണത്തെ, അതായത് പ്രയാസത്തെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു അത് ആരിലേക്ക് ചേർത്ത് പറഞ്ഞു? ആരിലേക്ക് ചേർത്ത് പറഞ്ഞേ? അനുഗ്രഹത്തെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു. പരീക്ഷണത്തെ ആരിലേക്ക് ചേർത്ത് പറഞ്ഞു? ജനങ്ങളിലേക്ക്, മനുഷ്യരിലേക്ക് തന്നെ. കാരണം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഏതാ? സൂറത്ത് റൂമിൽ എത്രാമത്തെ സൂറത്ത്? റൂം എത്രാമത്തെ സൂറത്താ? 30. മാഷാ അല്ലാഹ്. 30ാമത്തെ സൂറത്ത് റൂമിലെ 41ാമത്തെ ആയത്ത് നമുക്ക് പരിചയമുള്ള ആയത്താ. എന്താ ആയത്ത്? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. കരയിലും കടലിലും മനുഷ്യൻ പ്രവർത്തിച്ചത് നിമിത്തം കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. അവർ ചിലതിന്റെ ഫലം അവർക്ക് ആസ്വദിപ്പിക്കാൻ വേണ്ടി അത്രേ അത്. അവർ ഒരു വേള മടങ്ങിയേക്കാം. ഈ ആയത്ത് ഇന്നത്തെ കാലത്ത്, ഈ ഒരു സമയത്ത് വളരെ ആപ്റ്റാണ്. ഇന്ന് ലോകം മുഴുവൻ കൊറോണന്റെ പേരിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലേ? കൊറോണ എന്ന് പറയുമ്പോൾ അതിന്റെ റീസൺ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സ് പോകുന്നത് എന്താ? അതൊരു ബയോ വെപ്പണാണ് അല്ലേ? മനുഷ്യൻ ലാബിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് പുറത്തേക്ക് ചാടിപ്പോയതാണ്. കണ്ടോ? ഒരു ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്താൻ മനുഷ്യന്റെ കരം പ്രവർത്തിച്ചതിന് കാരണമായി എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ഉണ്ടായ പരീക്ഷണങ്ങൾ അത് മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ച. ഇനിയിപ്പോ ഏറ്റവും രസകരമായ ഒരു സംഭവം എന്താ? ഈ കൊറോണ വന്നു, അതിനൊരു മെഡിസിൻ ഡെവലപ്പ് ചെയ്തെടുത്തു. അത് പരീക്ഷണാർത്ഥം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയും മനുഷ്യന്മാർക്ക് സംശയമാണ്, ഇത് എന്താണ്? ഇത് അടുത്തൊരു പരീക്ഷണമാണോ? മനുഷ്യന്മാരെ വീണ്ടും ചില കോർപ്പറേറ്റുകൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവര് പടച്ചു വിടുന്നതാണോ ഇതൊക്കെ? ഇതിന്റെ പേരിൽ ഇനി വേറെന്തെങ്കിലും വരുമോ? പല മനുഷ്യന്മാർക്ക് അങ്ങനെയുള്ള ഒരു ധാരണ അള്ളാഹു നേരത്തെ തന്നെ പറഞ്ഞു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്. എന്തിനാ? ലിയുദീഖഹും, അവരെ ആസ്വദിപ്പിക്കാൻ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ ചാടാൻ.
അല്ലെ? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ലിയുദീഖഹും ബഅദല്ലദീ അമിലു. ഇത് നമ്മൾ വേൾഡ് വൈഡ് ഒന്നും ചിന്തിക്കണ്ട കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ ആയത്തൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊറോണ, അമേരിക്ക, ഇന്ത്യ, പാകിസ്ഥാന്, GCC അങ്ങനെ ചിന്തിക്കണ്ട. നമ്മളെ വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതവും നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ ഉമ്മയും നമ്മുടെ ബാക്കി കാര്യങ്ങളും ഒക്കെ അതിലേക്കൊന്ന് ഒതുക്കിയാൽ മതി. അപ്പം ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങൾ തിന്മയിൽ നിന്ന് മടങ്ങാനാണ് എന്നുള്ളൊരു സൂചന ഈ ആയത്തിൽ നമുക്ക് തരുന്നുണ്ട്. എന്താണ്? ലഅല്ലഹും യർജിഊൻ. അവര് എന്തിനാ? മടങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പം ഇവിടെ ബിമാ ഖദ്ദമത്ത് ഐദീഹിം, ഇവിടെ അനുഗ്രഹത്തെ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അനുഗ്രഹത്തെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു. പക്ഷേ പരീക്ഷണങ്ങളെ മനുഷ്യർ ചെയ്തതിന്റെ തിക്തഫലമായിട്ടുണ്ടാകുന്നതാണ് എന്ന് മനുഷ്യരിലേക്ക് ചേർത്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു. ഇതേ ആയത്ത് തന്നെ ഈ സൂറത്തു ശൂറയിലെ 48-ാമത്തെ ആയത്തിനോട് സമാനമായ ഒരായത്താണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. സൂറത്തു റൂമിലെ 36-ാമത്തെ ആയത്ത്. എന്താണ് സൂറത്തു റൂമിലെ 36-ാമത്തെ ആയത്ത്? വഇദാ അദഖ്നന്നാസ റഹ്മതൻ ഫരിഹു ബിഹാ. ഇത് ഓതുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സൂറത്തു ശൂറയിലെ 48-ാമത്തെ ആയത്താണ് ഓതുന്നത്. അല്ല, സൂറത്തു റൂമിലെ 36-ാമത്തെ ആയത്താണ് ഞാൻ ഓതുന്നത്. ഏതാ? വഇദാ അദഖ്നന്നാസ റഹ്മതൻ ഫരിഹു ബിഹാ. മനുഷ്യർക്ക് സന്തോഷം കൊടുത്താൽ, നാം അവർക്ക് സന്തോഷം നൽകിയാൽ അതുകൊണ്ട് അവർ സന്തോഷിക്കും. അനുഗ്രഹം നൽകിയാൽ അതുകൊണ്ട് അവർ സന്തോഷിക്കും. വഇൻ തുസിബഹും സയ്യിഅത്തുൻ ബിമാ ഖദ്ദമത് ഐദീഹിം. കണ്ട, സെയിം സാധനം. അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തമായി അവർക്ക് വല്ല പ്രയാസങ്ങളും ബാധിച്ചാൽ ഇദാഹും യഖ്നതൂൻ, അവർ അവിടെ അതാ നിരാശരാവുന്നു എന്നാണ്. ഇനി നമ്മൾ വഇന്നാ ഇദാ അദഖ്നൽ ഇൻസാന മിന്നാ റഹ്മതൻ ഫരിഹ ബിഹാ വഇൻ തുസിബുഹും സയ്യിഅത്തുൻ ബിമാ ഖദ്ദമത് ഐദീഹിം. പിന്നെന്താ ഉള്ളത്? ഇൻസാനം പറയൂ, ആരും പറയുന്നില്ല. സൂറത്തു ശൂറയിലെ 48-ാമത്തെ ആയത്ത്. ഫഇന്നൽ ഇൻസാന കഫൂറ. കഫൂർ, അതിന്റെ അർത്ഥങ്ങൾ ആരടുത്തും ഖുർആനൊന്നും ഇല്ല എന്നാണ് ഞാൻ ചോദിക്കുന്നതിന്റെ. നന്ദി കെട്ടവനാകുന്നു. ഫഇന്നൽ ഇൻസാന കഫൂർ, മനുഷ്യൻ നന്ദി കെട്ടവനാകുന്നു എന്നർത്ഥം. ഇവിടെ സൂറത്ത് ശൂറയിൽ അള്ളാഹു പറഞ്ഞത് ബുദ്ധിമുട്ട് അനുഗ്രഹം ബാധിക്കുമ്പോ അതിൽ സന്തോഷിക്കും, ബാധിക്കുമ്പോ അവൻ നന്ദി കെട്ടവനാകുന്നു എന്ന് മാത്രം. സൂറത്ത് റൂമിലെ 36-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വഇൻ തുസിബുഹും സയ്യിഅത്തുൻ ബിമാ ഖദ്ദമത് ഐദീഹിം ഇദാഹും യഖ്നതൂൻ, അവർ നിരാശരാവുന്നു എന്നാണ്. ഇനി നമ്മള് മനുഷ്യന്റെ അനുഗ്രഹത്തിലെയും പരീക്ഷണത്തിലെയും ചില സ്വഭാവ വ്യതിയാനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹജ്ജ് 22-ാമത്തെ സൂറത്താണ് സൂറത്ത് ഹജ്ജ്. അതിലെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് നോക്കൂ. വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ വഇൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി വഇൻ അസാബത്തുഹു ഫിത്നത്തുൻ ഖലബ അലാ വജ്ഹിഹി ഖസിറദ് ദുനിയ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ഒരു വക്കിലിരുന്നു കൊണ്ട് അള്ളാഹുവെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവനും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവന് വല്ല ഗുണവും വന്നെത്തുന്ന പക്ഷം അതിൽ അവൻ സമാധാനം അടഞ്ഞുകൊള്ളും. ഗുണം വന്നാല് അവൻ, നേരത്തെ ഇവിടെ പറഞ്ഞത് അവൻ സന്തോഷിക്കുന്നു, ഇവിടെ സമാധാനം അടഞ്ഞുകൊള്ളും. അവന് വല്ല പരീക്ഷണവും നേരിട്ടാലോ അവൻ അവന്റെ പാട്ടിലേക്ക് തന്നെ മറിഞ്ഞു കളയുന്നതാകുന്നു. ഇഹലോകവും പരലോകവും അവന് നഷ്ടപ്പെട്ടു, അതു തന്നെയാണ് വ്യക്തമായ നഷ്ടം. ഇനി മനുഷ്യന്റെ ഇപ്പൊ നമ്മൾ സൂറത്ത് ശൂറയിലുള്ള ആയത്ത് 48-ാമത്തെ ആയത്ത് അനുഗ്രഹവും പരീക്ഷണവും വെച്ച് പറഞ്ഞു. സൂറത്ത് റൂമിലുള്ള 36-ാമത്തെ ആയത്ത് അനുഗ്രഹവും പരീക്ഷണവും വെച്ച് പറഞ്ഞു. അതേപോലെ തന്നെ സൂറത്ത് ഹജ്ജിലെ 11-ാമത്തെ ആയത്ത് അനുഗ്രഹവും പരീക്ഷണവും വെച്ച് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അനുഗ്രഹത്തിന്റെയും പരീക്ഷണത്തിന്റെയും മുമ്പിൽ മനുഷ്യന്റെ പൊതുവായ ചില പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അനുഗ്രഹത്തിൽ മനുഷ്യൻ അഭിരമിക്കുന്നു. അതാണ് ഫരിഹു ബിഹാ എന്ന് സൂറത്ത് ശൂറയിൽ പറഞ്ഞത്.
അതായത് അതിലങ്ങ് ആനന്ദിച്ച് അള്ളാനെ മറന്നു കളയാ. അതാണ് അനുഗ്രഹത്തിൽ അഭിരമിക്കുന്നവർ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തത് എന്താണെന്നറിയോ? നന്മയിൽ നിർവികാരരായി ഒതുങ്ങിക്കൂടും. അതാണ് അവർക്ക് വല്ല നന്മയും ബാധിച്ചാൽ ബിഹി. സൂറത്തു ഹജ്ജില് നമ്മൾ പറഞ്ഞു എന്തെന്ന്, അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, അവര് അതുമായിട്ട് അങ്ങനെ കൂടിക്കോളും. ഒരു പരാതി ഉണ്ടാവില്ല. ഒരു ഉണങ്ങിയ ജീവിതമായിരിക്കും. ഒരു ഉണങ്ങിയ ജീവികൾ, ആരോടും ഒരു കാര്യം നന്മക്കുമില്ല തിന്മക്കുമില്ല, അവന്റെ കാര്യമായിട്ട് എല്ലാം എനിക്ക് ദുനിയാവിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടി, അത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നിർവികാരനായി അങ്ങനെ ഒതുങ്ങിക്കൂടും. അങ്ങനെയും ചെയ്യാൻ പാടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു അനുഗ്രഹങ്ങൾ അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് എന്ന ബോധ്യത്തോടു കൂടി അതിന്റെ പ്രതിഫലനം ഉണ്ടാകണം എന്ന് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തത് നന്മയിൽ നന്ദികേട് കാണിക്കുന്നവർ എന്നാണ്. മൂന്നാമത്തത് നന്മയിൽ നന്ദികേട് കാണിക്കുക. അതായത് അനുഗ്രഹം കിട്ടിയാൽ അതിന്റെ ഹുങ്ക്, അഹങ്കാരം, കിബിറ് കാണിക്കുക. കിബിറ് കാണിക്കാൻ പാടില്ല. കാരണം കിബിറ് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അള്ളാഹുവിനോട് മത്സരിക്കുവാൻ പാടില്ല. അൽ കിബറു ബത്റുൽ ഹഖ് വഹംതുന്നാസ്. കിബിർ എന്ന് പറഞ്ഞ നന്മയെ നിഷേധിക്കലും ജനങ്ങളെ നിസാരനാക്കലുമാകുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അനുഗ്രഹങ്ങൾ കിട്ടിയാൽ അതിന്റെ ഹുങ്കിൽ ജീവിക്കാൻ പാടില്ല. കാരണം സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ കുറവുള്ള ആളുകൾ, നരകത്തിൽ ഏറ്റവും കൂടുതലുള്ള ആളുകൾ ധനികന്മാരായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരു അനുഗ്രഹം കിട്ടിയാലും അതിന് നന്ദികേട് കാണിച്ചുകൊണ്ട് ജീവിക്കരുത്, അതിന് നന്ദിയുള്ളവരായി ജീവിക്കണം. നാലാമത്തത് പരീക്ഷണങ്ങൾ നീങ്ങാൻ തെറ്റായ മാർഗം സ്വീകരിക്കുന്ന ആളുകൾ. പരീക്ഷണങ്ങൾ നീങ്ങാൻ വേണ്ടി കുറുക്ക് വഴികൾ തേടുക. അതായത് ജീവിതത്തിൽ പരീക്ഷണം വന്നു, അള്ളാഹുവിൽ പങ്കു ചേർക്കുക, അള്ളാഹു അനുവദിക്കാത്ത ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കുക, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക. അതായത് ഓരോരുത്തർ പറയും അവിടെ പോയാൽ അത് നീങ്ങും, ഇവിടെ പോയാൽ അത് നീങ്ങും, അവിടേക്ക് നേർച്ച കൊടുത്താൽ ഈ പ്രയാസങ്ങൾ നീങ്ങും. അങ്ങനെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തെറ്റായ കുറുക്കുമാർഗങ്ങൾ സ്വീകരിക്കുക. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഭൗതികമായ പരിഹാരങ്ങൾ തേടുകയും ചെയ്യുന്നതിന് പകരം തെറ്റായ കുറുക്കു വഴികൾ സ്വീകരിക്കുക. ഇതും പാടില്ലാത്തതാകുന്നു. അതേപോലെ തന്നെ പരീക്ഷണം, അതായത് ഇന്നൽ ഇൻസാന ലകഫൂർ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ വിശദീകരണം ആട്ടോ. മനുഷ്യൻ നന്ദി കെട്ടവൻ തന്നെയാകുന്നു. ആ നന്ദികേട്, പരീക്ഷണങ്ങളുടെ മുമ്പിലുള്ള നന്ദികേട് എന്തൊക്കെയാണെന്ന് പറഞ്ഞത്. അഞ്ചാമത്തത് പരീക്ഷണത്തിൽ നിരാശരാവുക എന്നുള്ളതാണ്. പരീക്ഷണങ്ങൾ വരുമ്പോ അതിൽ അള്ളാഹുവിൽ ഒരു പ്രതീക്ഷയില്ലാതെ നിരാശരാവുകയും അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത വർത്താനം പറയാ. അല്ലെ, നമ്മൾ പറയല്ലേ, അത് പണ്ടാരം അങ്ങനെ ആയിപ്പോയി, ഇതിങ്ങനെ ആയിപ്പോയി, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത വർത്താനങ്ങൾ പറയുക പരീക്ഷണത്തിന്റെ മുമ്പിൽ. അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രാർത്ഥനയിൽ കാപട്യം കാണിക്കുക. അഞ്ചാമത്തത്, അതായത് പരീക്ഷണങ്ങൾ വരുമ്പോ അള്ളാഹിനോട് ഭയങ്കര തൊക്കുവയോടുകൂടി പ്രാർത്ഥിക്കുക. പരീക്ഷണങ്ങളോട്ട് നീങ്ങിക്കിട്ടുമ്പോ ഇതൊക്കെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം. ഈ രണ്ട് കാര്യം അവസാനം പറഞ്ഞ അഞ്ചാമത്തെയും ആറാമത്തെയും കാര്യങ്ങളുടെ ഒരു വിശദീകരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരിച്ച സമയത്ത് പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ അങ്ങ് കരയുകയാണോ എന്നൊക്കെ പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞു, ഇത് കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഇന്നൽ ഐന തദ്മഅ വൽ ഖൽബ യഹ്സുൻ വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുന. അതാണ് നമ്മുടെ വിഷയം. വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുന. പ്രവാചകന്റെ സ്വന്തം മകൻ മരിച്ചത് കണ്ടപ്പോണ്ടായ സങ്കടം, ആ പരീക്ഷണത്തിന്റെ മുമ്പിൽ പ്രവാചകൻ പറയുന്ന ഒരു വാക്കെന്താണ്? വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുന. നമ്മുടെ അള്ളാഹു ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മൾ പറയില്ല. അപ്പം പരീക്ഷണങ്ങളുടെ മുമ്പിൽ നിരാശരാവുകയോ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാവുകയോ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത വർത്താനം അതിന്റെ പേരിൽ പറയാനോ പാടില്ല. ക്ഷമയും പ്രാർത്ഥനയുമാണ് അനിവാര്യം എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇന്നാലി ഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂൻ. ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ ഞാൻ വളരെയധികം ദുഃഖിക്കുന്നവനാകുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ ഇതാണ് അഞ്ചാമതായി പറഞ്ഞ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറയരുത്, നന്ദികേടും കാണിക്കരുത്, പരീക്ഷണത്തിൽ നിരാശരാവുകയോ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് പറയുകയോ ചെയ്യരുത്. ആറാമതായി നമ്മൾ പറഞ്ഞു പ്രാർത്ഥനയിൽ കാപട്യം കാണിക്കാം. ആ കാപട്യമാണ് സൂറത്ത് യൂനുസിലെ 12ാമത്തെ ആയത്തിൽ നിങ്ങൾ കാണുന്നത്. വഇദാ മസ്സൽ ഇൻസാന ദുർറു ദആ ലിജംബിഹി ഔ ഖായിദൻ ഔ ഖായിമൻ. മനുഷ്യനെ കഷ്ടത ബാധിച്ചാൽ കിടന്നിട്ടോ ഇരുന്നിട്ടോ നിന്നിട്ടോ അവൻ നമ്മോട് പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ അവനിൽ നിന്ന് നാം കഷ്ടത നീക്കി കൊടുത്താൽ, അവനെ ബാധിച്ച കഷ്ടതയുടെ കാര്യത്തിൽ നമ്മോടവൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല എന്ന ഭാവത്തിൽ അവൻ നടന്നു പോകുന്നു. അതിനു കഴിയുന്നവർക്ക് അപ്രകാരം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അലങ്കാരമായി തോന്നിപ്പിക്കും. കണ്ടോ, ഇതൊരു പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള ഒരു കാപട്യം, പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കര അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ആ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഭാഗമായ പ്രയാസം നീക്കി കൊടുത്താൽ വീണ്ടും അവൻ നന്ദി കടിക്കും. അതാണ് ഫഇന്നൽ ഇൻസാന ലകഫൂർ, മനുഷ്യൻ നന്ദി കെട്ടവൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞതിന്റെ സാരം. അപ്പം ഇതാണ് ഈ ആയത്തിൽ നമ്മൾ പഠിച്ചത്. ഈ ആയത്തിന്റെ അർത്ഥം ഒന്നുകൂടി ഞാൻ പറയാം. ഇനി അവർ തിരിഞ്ഞു കളയുകയാണ് എങ്കിൽ നബിയെ, നിന്നെ നാം അവരുടെ മേൽ കാവൽക്കാരനായി അയച്ചിട്ടില്ല, നിന്റെ മേൽ പ്രബോധന ബാധ്യത മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചു. തീർച്ചയായും നാം മനുഷ്യന് നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹം ആസ്വദിപ്പിച്ചാൽ, അതും നമ്മൾ പറഞ്ഞു, അതിന്റെ പേരിൽ അവൻ ആഹ്ലാദം കൊള്ളുന്നു. ആ ആഹ്ലാദം എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആവാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. അവരുടെ കൈകൾ മുമ്പ് ചെയ്തു വെച്ചതിന്റെ ഫലമായി അവർക്ക് വല്ല തിന്മയും ബാധിച്ചുവെങ്കിലോ, മനുഷ്യന് ബാധിക്കുന്ന തിന്മയുടെ കാരണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നന്മ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു, തിന്മകൾ, പരീക്ഷണങ്ങൾ മനുഷ്യരിലേക്ക് ചേർത്ത് പറഞ്ഞു. അപ്പോൾ അതാ അവൻ നന്ദി കെട്ടവനാകുന്നു. മനുഷ്യന്റെ നന്ദി കേടിന്റെ ഏകദേശം 6ഓളം തലങ്ങൾ നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നു. ഇനി ഈ ആയത്തിൽ പറഞ്ഞ ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. 4 ഗുണപാഠങ്ങൾ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പ്രവാചകൻ ജീവിച്ചിരിക്കുന്നപ്പോഴോ മരണത്തിന് ശേഷമോ ഈ ഉമ്മത്തിന്റെ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ടവനല്ല. അത് പ്രവാചകനോട് ചോദിക്കുവാനും പാടില്ല. വമാ അർസൽനാക അലൈഹിം ഹഫീദ. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഉമ്മത്തിന്റെ എന്തല്ല, സംരക്ഷണം ഏറ്റെടുത്തവനല്ല. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോ പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ഇസ്തിഗാസ നടത്താൻ പാടില്ല എന്നതിന്റെ ഒരു തെളിവ് കൂടി ഇതിലുണ്ട്. ജീവിച്ചിരുന്നപ്പോ ഇല്ല, ഹഫീദല്ല പ്രവാചകൻ, മരിച്ചാലും ഹഫീദല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് പ്രവാചകനോട് തേടാൻ പാടില്ല എന്നുള്ള ഒരു കാര്യവും പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങളിൽ ഈ ആയത്തിൽ നിന്ന് വമാ അർസൽനാക അലൈഹിം ഹഫീദ എന്നതിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാമത്, പ്രബോധനത്തിന്റെ അനിവാര്യത. വമാ അർസൽ ഇൻ അലൈക ഇല്ലൽ ബലാഗ്. അപ്പം പ്രവാചകന്റെ ബാധ്യത പ്രബോധനം മാത്രമാണ്. അപ്പോ ആ പ്രബോധനം നമ്മുടെയും ബാധ്യതയാണ്. അതിന്റെ അനിവാര്യത എത്രത്തോളം മഹാത്മ്യമാണ് എന്ന ഒരു കാര്യവും ഇതിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. മൂന്നാമത്തത്, അനുഗ്രഹത്തിന് നന്ദിയും പരീക്ഷണത്തിൽ ക്ഷമയും അനിവാര്യമാണ്. നിരാശരാവാൻ പാടില്ല. അപ്പം പരീക്ഷണങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകുമ്പോൾ ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, ഏത് നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നാലാമത്തത്, പരീക്ഷണങ്ങൾക്ക് നിമിത്തക്കാരാവാൻ പാടില്ല. അതാണ് ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി. അപ്പം ഒരിക്കലും സ്വന്തം ജീവിതത്തിലോ കുടുംബത്തിലോ നാട്ടിലോ രാജ്യത്തോ ഒന്നും ഒരു പരീക്ഷണങ്ങളും വരാൻ, ഒരു പ്രയാസങ്ങളും വരാൻ നമ്മൾ നിമിത്തക്കാരാവാൻ പാടില്ല എന്ന ഒരു പാഠവും കൂടി ഈ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് 49ാമത്തെ ആയത്ത് നമ്മൾ ഓതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബാക്കി അടുത്ത ആഴ്ച പറയാവുന്നതാണ്. എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഹലോ, സംശയങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? ക്ലിയർ അല്ല കാര്യം? ഓക്കെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന പിഴവുകൾ അള്ളാഹു നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. നല്ലത് കേട്ട് പഠിച്ചു മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്താനും തിന്മകൾ ജീവിതത്തിൽ